ഇന്നലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇന്ന് പിന്നെ കൊണ്ടുവിടാൻ പറഞ്ഞു, കൊണ്ടുവിട്ട് അങ്ങോട്ട് വൈകിട്ട് വിളിക്കാൻ പറഞ്ഞു. പുറമോട്ട് നോക്കിയിട്ട് ഓടിക്കാതെ വാ കുഞ്ഞോ, കുഞ്ഞോ പ്രാർത്ഥിക്ക്. അവിടെ ഇരിപ്പുണ്ട് അമ്മ വേറെ കൊണ്ടുവന്നത്. അയ്യോ അത് ഞാൻ മറന്നുപോയി. മാമി എന്തിനാ മാമി കള്ളത്തരം പറയുന്നത് മോനുകുട്ടനോട്? വരാന്ന് പറഞ്ഞിട്ട് വരാതിരിക്കരുതേ. ഇതിലേ അങ്ങ് ഇറങ്ങിക്കോ. ഇങ്ങനാന്നോ കുഞ്ഞോ ചെരുപ്പിടുന്നേ? കുഞ്ഞോ അങ്ങനെ ഇടരുത്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വൈകിട്ട് വന്നപ്പം കൂക്കും മാമിയും എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നേ. എന്ന് വെച്ചാൽ ഇവിടെ അന്ന് നമ്മൾ ഇങ്ങോട്ട് മാറി താമസിച്ചതിൻ്റെ അന്ന് മാമി പോയത്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല അടുക്കളയുടെ പണിയായിരുന്നു, വാർപ്പൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മാമിക്ക് വരാൻ സമയമൊന്നും കിട്ടിയില്ല. ഇന്നലെ വാർപ്പായിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമല്ലോ, അതുകൊണ്ട് ഇന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പം അമ്മയുടെ അടുത്ത് കയറിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇപ്പോഴാണ് അവരങ്ങോട്ട് പോയത്. പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇടിയപ്പത്തിൻ്റെ പൊടി, പാല്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, വാങ്ങിച്ചു. മീനൊന്നും മേടിച്ചില്ല. ഞാൻ സ്ഥിരം മീൻ മേടിക്കുന്നിടത്ത് കട അടച്ചേക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു മീനിൻ്റെ വില കാരണമായിരിക്കാം ഇന്ന് കടയില്ലായിരുന്നു. ഭയങ്കര വിലയാണ്. എന്തുവാ നോക്കുന്നത്? പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു വന്ന് കുറച്ച് ജോലികളൊന്നും ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ സ്റ്റോർ റൂമിനകത്ത് നമ്മളാ കൊണ്ടുവന്നപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ചതേ ഉള്ളൂ, ഒന്നും അടുക്കി പെറുക്കിയില്ല. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തൊന്ന് ഒതുക്കിയിട്ട് കുളിച്ച് ജപിച്ചിരിക്കാം എന്നാണ് വിചാരിച്ചത്. ചോറ് ഇച്ചിരി എനിക്ക് ഇരിപ്പുണ്ട്. മോനുകുട്ടന് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. രാവിലെ ചപ്പാത്തിയും പരിപ്പേറി ഉണ്ടാക്കി, അത് ഇരിപ്പുണ്ട്. അപ്പം പ്രത്യേകിച്ച് പാചകമൊന്നുമില്ല. മീൻ ഇരിപ്പുണ്ട്, അത് വറക്കണം, അതേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അപ്പോഴത്തേക്ക് കുറച്ച് ജോലി ഒതുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ പ്രിയങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മോനുകുട്ടൻ്റെ മുത്തിൻ്റെയും പഴയ ഒരു വീഡിയോ. പഴയ കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമ്മുടെ അന്നത്തെയൊക്കെ ഫോണിൽ ക്ലാരിറ്റി കുറവാണ്. ഇന്ന് എനിക്കങ്ങനെ ഇരുന്നപ്പം ആ പാട്ട് താമരക്കണ്ണൻ ഉറങ്ങണം എന്നുള്ള പാട്ട് കേട്ടപ്പം എനിക്കത് ഓർമ്മ വന്നു, മുത്തിനെ ഓർമ്മ വന്ന്. അപ്പം കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഒത്തിരി നല്ല കമൻറ്റൊക്കെ അതിനകത്ത് കണ്ടു. പിന്നെ അപ്പം അതിനകത്ത് കുറേയേറെ കമൻറ്റുകൾ വന്നത് വിഷമം തോന്നി, കരഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. വാത്സല്യവും സ്നേഹവും തോന്നിയിട്ടാണെങ്കിൽ പോലും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു വേദന തോന്നുന്നെങ്കിൽ ഞാൻ അനുഭവിച്ച പ്രയാസം എത്രയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് അമ്മമാരുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ
നമ്മുടെ മൂത്ത കുട്ടിയെ കൊണ്ട് ചെയ്യിക്കേണ്ടി വരിക എന്നുള്ളത്, ഇളയ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. നമ്മളിപ്പോൾ ഈ സിനിമ കണ്ടല്ലോ, നമ്മുടെ വാഴ 2 കാണാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിനകത്ത് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തട്ടി ഞാൻ വിഷമിച്ചത് അതിനകത്തെ ആദ്യത്തെ കുറച്ച് സീൻസ് ഉണ്ട്. ഹാർഷിക്ക് ഇളയ ആൾ ജനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഹാർഷിക്ക് സന്തോഷങ്ങളൊന്നുമില്ല. അവൻ എന്ത് കാര്യത്തിന് അങ്ങോട്ട് പിരിയുമ്പോഴും എല്ലാം അവൻ്റെ ഉമ്മ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കാരണം ഇളയാളിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെയായിരുന്നു മുത്തിൻ്റെ കാര്യം. എല്ലാത്തിനും മോനുകൊണ്ടൊന്നും വീണാൽ പോലും അവനൊന്ന് കരഞ്ഞ എല്ലാത്തിനും പഴി കേൾക്കുന്നത് മുത്ത് തന്നെയായിരുന്നു. മിക്കവാറും ഉള്ള വീടുകളിലെല്ലാം ഉള്ള അവസ്ഥയാണ്. പക്ഷേ അതിനെക്കാട്ടിലൊക്കെ എന്താ പറയുന്നത്, ഞാൻ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോനുകുട്ടൻ എൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ എഴഞ്ഞു കയറാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടതാണ്. മോൻ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മോനുകുട്ടൻ എൻ്റെ മടിയിലോട്ട് കയറാൻ വരുന്നുണ്ട്. എനിക്ക് കീമോ എടുത്തിട്ട് വന്നിരിക്കുന്ന സമയമാണത്. അപ്പം എനിക്ക് വയ്യാന്നുള്ളത് മോനുകുട്ടൻ അറിയത്തില്ല, മുത്തിനറിയാം. അപ്പോൾ അവൻ അതുകൊണ്ടാണ് പിടിച്ച് വലിച്ച് അവൻ്റെ മടിയിലോട്ട് ഇരുത്താൻ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എന്ന് ഞാൻ പറയാതെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹിച്ചവനാണ് മുത്ത്. മോനുകുട്ടൻ വളർന്നു കഴിഞ്ഞപ്പോൾ അവന് കുറേ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്ക് എന്ത് സഹായത്തിനും മോനുകുട്ടൻ നിൽക്കും. മുത്ത് എന്തൊക്കെ ചെയ്തു തരാറുണ്ടായിരുന്നോ അതെല്ലാം മോനുകുട്ടനും ചെയ്തു തരും. പിന്നെ പക്ഷേ എനിക്ക് മുത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവൻ്റെ ബാല്യത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ ഒരു പരിധി വരെയും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കേണ്ടി വന്നു. അതെനിക്ക് ഒന്നൊത്തെ ഒരു സങ്കടമാണ്. അപ്പം അത് അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. എന്നാൽ പോലും അതേ വേദന അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാർ ആ വീഡിയോയിൽ കമൻ്റ് ഇട്ടു. അപ്പം എല്ലാവരോടും നിറയെ സ്നേഹം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ബാല്യം ഞാൻ ഓർക്കാറുണ്ട്. എന്നും സന്തോഷവും ചിരിയും കളികളും ഒക്കെ ആയിട്ട് എന്താ പറയുക, വീട്ടിൽ അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യണം. അമ്മയാണെങ്കിൽ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, വല്ല വീട്ടിലും പോയി ജീവിക്കേണ്ടത്, അങ്ങനെ അടുക്കള ജോലിയെല്ലാം ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലാതെ ഈ പറയുന്ന പോലെ അവന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടും അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ അങ്ങനെ മോനുകുട്ടൻ്റെയും മുത്തിൻ്റെയും കാര്യത്തിൽ അതല്ല. മോനുകുട്ടിന് വേണ്ടിയിട്ട് മുത്ത് ഒരുപാട് സഫർ ചെയ്തു. അതാണ് സത്യം കേട്ടോ. പിന്നെന്താണ് പ്രിയങ്ങളെ, ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടക്കട്ടെ. കുറച്ചെങ്കിലും പെറുക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ടൊന്ന് കുളിച്ച് ജപിച്ച് വരാം കേട്ടോ. ഇന്ന് നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരു ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നു. ജ്യോതി എന്നാണ് പേര്. എലന്തൂരാണ് വീട്. അപ്പോൾ എൻ്റെ അടുക്ക വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി. ഇടയ്ക്ക് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുവഴി വരുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇന്ന് വന്നു മിണ്ടിയിട്ടൊക്കെ പോയി കേട്ടോ. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നെ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരുപാട് സ്നേഹം. ഞാൻ കാണിക്കാം സ്റ്റോർ റൂമിൻ്റെ അവസ്ഥ എന്തുവാണെന്നുള്ളത്. വീടൊക്കെ എൻ്റെ പ്രിയങ്ങളെ ഞാൻ പുറകാലെ കാണിക്കാം കേട്ടോ. എല്ലാം സെറ്റായി വരുന്നതേ ഉള്ളൂ. മുറ്റത്തിൻ്റെ വഴിയൊക്കെ കെട്ടി വന്നു. ഇനി ആ മണ്ണൊക്കെ ഉറയ്ക്കണം. മണ്ണൊക്കെ ഉറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വണ്ടിയൊക്കെ അതിൽ കയറ്റിക്കൊണ്ട് വരാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ വേണമെങ്കിൽ തറയോടിടാം, ബാംഗ്ലൂർ സ്റ്റോൺ ഇടാം, എന്ത് വേണേൽ ചെയ്യാം. അതൊന്നും ഇപ്പം നമുക്ക് അതിനുള്ള സാഹചര്യമില്ല. അങ്ങനെ കിടക്കട്ടെ നോർത്ത് ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറേ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പ്രിയങ്ങളെ. അതുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ കുറേ ബാധ്യതകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒതുക്കണം. അതൊന്നും എൻ്റെ മക്കളുടെ മേലൊരു ഭാരമാകരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതുകൊണ്ട് അത് തീർക്കണമെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അത് എനിക്ക് അതിനുള്ള ആരോഗ്യം തരണേന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ജോലി ചെയ്യാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ്, ആരോഗ്യം തന്നാൽ മതി. എൻ്റെ ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം കേട്ടോ. ഇതിനകത്ത് വന്ന ദിവസം കുറേ പാത്രങ്ങൾ നമ്മൾ ഇങ്ങനെ എടുത്തു വെച്ചു. ഇതൊന്നും അടുക്കി വെച്ചേക്കുമല്ല. ഇതൊക്കെ അടുക്കി പെറുക്കി ഒതുക്കണം. ഇന്നത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നമുക്ക് കുറച്ച് അലുമിനിയം പാത്രങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. ഈ വലിയ ചരുവൊക്കെ കേട്ടോ. അപ്പം അതൊക്കെ ഇവിടെ കൊണ്ടങ്ങ് വെച്ചു. അലുമിനിയം പാത്രങ്ങളല്ല ഇവിടെ തന്നെ വയ്ക്കാം. ഇവിടെ ഈ അലുമിനിയത്തായിട്ടിട്ടിരിക്കുന്ന കുറേ സാധനങ്ങളൊക്കെ പെറുക്കി ഒതുക്കി വെക്കാം. എന്നിട്ട് പൊളിക്കാം എന്നാണ് വിചാരം കേട്ടോ. നമ്മൾ ഇതിനകത്താണ് വാഷിംഗ് മെഷീൻ വെച്ചേക്കുന്നത്. കാണിക്കാം. അവിടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചത്. ഇങ്ങനെ കുറേ സ്പേസ് നമുക്കിവിടെ ഉണ്ട്. ഇങ്ങോട്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഷെയ്ഡ് ഇങ്ങോട്ടും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ കട്ട് ചെയ്തതാണ് വാഷിംഗ് മെഷീൻ വെക്കാൻ. വേറെ അല്ലെങ്കിൽ ഞാൻ പൈപ്പ് കണക്ഷനൊക്കെ എടുക്കണം. വെളിയിലോട്ട് പൈപ്പ് കണക്ഷൻ എടുക്കുന്നതല്ല പ്രശ്നം. ഇതിൻ്റെ ഈ വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒരു പൈപ്പ് എടുക്കണമെന്നുണ്ട്. പിന്നെ തറയെല്ലാം പൊട്ടിച്ച് അതിനകത്തൂടെ എടുക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തൊക്കെ വെച്ചാൽ.
ഇവിടെ ആകുമ്പോൾ നേരെ വെളിയിലോട്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവിടെ വെച്ചാൽ മതിയെന്നേ. അങ്ങനെയാണ് വാഷിംഗ് മെഷീൻ നമ്മളിവിടെ സ്ഥാപിച്ചത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കട്ടെ. നമ്മുടെ ചുറ്റിക, കത്രിക, അരിവാൾ, വാക്കത്തിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാം പെറുക്കി ഒതുക്കണം. പിന്നെ ഇതെല്ലാം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കുപ്പികളൊക്കെ ഞാൻ കഴുകി ഉണക്കിയൊക്കെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ബക്കറ്റിനകത്താണ് നമ്മൾ എക്സ്ട്രാ മേടിക്കുന്ന സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം ഒതുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയിട്ട് ഞാൻ വരാം പ്രിയങ്ങളെ കേട്ടോ. അയ്യോ, ഒരു 1.5 പണിയായിരുന്നു പ്രിയങ്ങളെ. ഇതെല്ലാം ഒന്ന് വെളിവ് വന്നു. ഇപ്പോൾ ഞാൻ കാണിക്കാമേ. കണ്ടു, ചെറുതാക്കട്ടെ. കണ്ടു, ഇങ്ങനെയെല്ലാം പെറുക്കി ഒതുക്കി വെച്ചു. ടണ്ടൻ കണ്ട. ഇതിനകത്ത് കുറേ ആക്രി ഉണ്ടായിരുന്നു. എല്ലാം എടുത്ത് കളഞ്ഞ് എല്ലാം റെഡിയാക്കി കേട്ടോ. കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നും, പക്ഷെ ഭയങ്കര പണിയായിരുന്നു പ്രിയങ്ങളെ. പിന്നെ ഈ മേശപ്പുറം കാട് കയറി കിടക്കുമായിരുന്നു, മൊത്തം വൃത്തിയാക്കി. പിന്നെ അത് കഴുകാനുള്ള തുണിയാട്ടോ. ഇന്നൊന്ന് കഴുകി, ഇനി കുറച്ചുകൂടെ ഉണ്ട്. മോനുകുട്ടൻ്റെ യൂണിഫോമൊക്കെ എന്തോ നമുക്ക് അല്ലാതെ കഴുകാനുള്ളത് വാഷിംഗ് മെഷീനകത്ത് ഇടാതെ. പിന്നെ ഇവിടെ കുറേ പാത്രങ്ങൾ നല്ല തിങ്ങി നിറഞ്ഞിരിക്കുമായിരുന്നേ. അതൊക്കെ ഞാൻ പെറുക്കി ഒതുക്കി. പിന്നെ ഇവിടെ എനിക്ക് കറികളും ഒക്കെ നമ്മൾ വിളമ്പി വെക്കത്തില്ലേ, അതിനുള്ള പാത്രങ്ങൾ അത് കേട്ടോ. പിന്നെ ചോറും, മോനുകുട്ടൻ ചോറ് കൊണ്ടുവന്ന പാത്രങ്ങൾ, കുഞ്ഞി പാത്രങ്ങൾ, ഇത്രയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ജാറും അങ്ങനെയുള്ള സാധനങ്ങൾ, പുട്ടുവടം, പിന്നെ നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സാധനം, പിന്നെ നമ്മുടെ എയർ ഫ്രയറിനകത്ത് ട്രേയ്, നമ്മുടെ ഇടിയപ്പം മേക്കർ, അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ പൊടികളൊക്കെ കുറച്ച് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടോട്ട് മാറ്റി വയ്ക്കാനുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട്. ആ സ്റ്റാൻഡിലോട്ട് അത്യാവശ്യമുള്ള പൊടികളൊക്കെ എടുത്ത് വയ്ക്കണം. ബാക്കി എന്നിട്ട് അവിടെ കുറച്ചുകൂടെ ലെവലാക്കി വെക്കണം. കുറച്ച് വൈകി നമ്മൾ ചോറിന് 9:30 ആകാറായി. നമുക്ക് എളുപ്പം മീൻ വറക്കാം. ചോറും വിശപ്പ്. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, മോനുകുട്ടൻ ഞാൻ ഇന്നലെ ഇന്നൊക്കെ ചോറ് എല്ലാം പൊതി കെട്ടി കൊടുത്തു വിട്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറ് കൊണ്ടുപോയി. പാത്രത്തിനകത്താട്ടെ, പൊതിയല്ല. ഉച്ചക്കലത്തേക്ക് കൊണ്ടുപോയത് ചോറ്, കിളിമീൻ വറുത്തത്, ക്യാബേജ് തോരൻ, അച്ചാറ്, ചമ്മന്തി. ഇത്രയും കൂടാണ് ഞാൻ ഇന്ന് ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ കൊണ്ടുപോയി. ഉച്ചയായപ്പോഴത്തേക്ക് അന്നേരം വിശപ്പ് കത്തി. ചോറ് ഇരിക്കുന്നു. അത്രയും കറികളൊക്കെ തൊട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു പൊതിയൊക്കെ കെട്ടിക്കൊണ്ട് പോയത് കൊണ്ട് ഇന്ന് എനിക്ക് ഉച്ചയായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. രണ്ട് കിളിമീൻ വറുത്ത് സിമ്പിളന്മാരാക്കി എടുത്തിട്ടുണ്ട്. ചോറ് ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ? ബാ, ചപ്പാത്തി കഴിക്കും. ബാ, ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് ചപ്പാത്തി. ചോറിനാൻ വിളിക്കുന്ന ഉടനെ എഴുന്നേറ്റിട്ട് മുള്ളിട്ട് വരിക. എന്തുവാ മോനുകുട്ട ഇങ്ങനെ ഒരു 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 ഇത്? ആ, രാവിലെ ഉണ്ടാക്കിയല്ലേ ചപ്പാത്തി? ആരും കഴിച്ചില്ലല്ലോ, നമ്മൾ രണ്ടുമല്ലേ ഉള്ളായിരുന്നു. അമ്മ വൈകിട്ട് വൈകിട്ടേ മോനുകുട്ടിന് വേണോ എന്നോ ഒന്നും ഓർത്തില്ല. അവിടെ വല്ലതും ഉണ്ടായിരുന്നു വൈകിട്ട്? ധൃതി വെച്ചങ്ങ് പോയി. ഞാൻ വിചാരിച്ചു ബ്രെഡ് കാണുമെന്ന്. ബ്രെഡ് അമ്മ അവിടെ ചൂടാക്കണം. ചൂടാക്കാം. ബാ, ആരുവാ? ബാ, എനിക്ക് എവിടെയും കേടാക്കണം. വാ. അയ്യോ, ഞാൻ തളർന്നിപ്പോ വീഴും മോനുകുട്ട. പാടാ. എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോ?
ഇവിടെ എന്തൊരു മഴയാണെന്നറിയാം. ഇന്ന് മാത്രം കുറച്ച് നേരം പകല് മഴയൊന്ന് തോർന്നു. വൈകിട്ട് ജാനിക്കുട്ടിയും കുഞ്ഞും എല്ലാവരുടെ വന്നില്ലേ, അവരിവിടെ ഇരുന്ന് ഒരു 7 മണി 7:15 ആയിരുന്നു. പെട്ടെന്ന് ഒരു മഴ. ഈ അപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന് ഭയങ്കര തുള്ളക്കമായിരുന്നു എല്ലാവരും കൂടെ. മഴ പോകത്തില്ലല്ലോ അന്നേരം ഉടനെ അതിന്. കഴിക്കാൻ പോട്ടെ, എന്നിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്. കുറേ താമസിച്ചു പ്രിയങ്ങളെ. ചോറും മീൻ വറുത്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് കറി ഒഴിക്കും. പപ്പടവും കൂടെ ഉണ്ടായിരുന്ന സൂപ്പറായിരുന്നു, പക്ഷെ പപ്പടം ഇല്ല. ക്യാബേജ് തോരൻ. ക്യാബേജ് കൂട്ടി എന്താക്കളെ കുറേ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ, അത്രയും വെച്ച്. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം. വീഡിയോ ഫുള്ള് കാണണം. ആരും കമൻ്റ് ഇടാൻ മറക്കരുത്. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു. ചപ്പാത്തി കഴിക്കും. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.